മൊത്തത്തിലൊരു തെരഞ്ഞെടുപ്പ് വൈബാണ്. അപ്പൊ എവിടം വരെയായി പാർട്ടിയുടെ കാര്യങ്ങൾ? വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോവാണ്. ചിമ്മിനി അല്ല മെൻമിനി ആള് കൊള്ളാലോ. ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും LDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഭയപ്പെടണ്ട, എന്റെ ഈ തകിട് അത്ര മോശമൊന്നല്ല. ആ ഒരു ഫീഡ്ബാക്ക് ആണ്. ഞങ്ങളിപ്പോ ഓരോ വീടുകളിലും ചെന്നാണല്ലോ വോട്ടർമാരെ കാണുന്നത്. അപ്പൊ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. അതിന്റെ ബാക്കി ആരാന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്ത് പിണറായി തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണോന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉള്ളത് പറയാലോ മാഷെ. എനിക്ക് ഒരു താല്പര്യമില്ല. കയ്യിരിപ്പ് അങ്ങനെ കയ്യിരിപ്പ് ശരിയല്ല. അവർക്ക് ആർഭാടമായി അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കണം. ഇവരൊക്കെ കൊണ്ടുവന്നതാണ് ഈ സമ്പത്തൊക്കെ ഇങ്ങനെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കാൻ. ചേച്ചി എപ്പോഴും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലൊക്കെ വിവാദത്തിൽ ചെന്നപ്പെടും. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതാ നിങ്ങൾ വിളിച്ചപ്പോ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പേടി. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിക്കും എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ തുറന്നു പറയാം. ചിന്തേച്ചിയും കളത്തിലിറങ്ങി നിലവാരത്തിനനുസരിച്ചുള്ള ഒരു പ്രകടനം അങ്ങ് കാഴ്ചവെച്ചു. ഒരു ബുദ്ധിജീവിയായ ഒരു വനിതാ യുവജന നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം കേട്ടോ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നിങ്ങള്. ഏതായാലും അവർ ഒരിക്കലും നിലവാരം വിട്ട് കളിക്കാത്തത് കൊണ്ട് ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ അവരുടെ നിലവാരം അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. ഞങ്ങൾ പ്രകടനം ആരംഭിച്ചു. ബാക്കിലുള്ളൊരു കുട്ടിയാണ് മുദ്രാവാക്യം വിളിച്ചത്. ഈ മരപ്പട്ടിലാണ് ഞാൻ കരിപ്പട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. പലരും മാറി മാറി വിളിച്ചു. അപ്പൊ അതില് ഞാൻ ഈ മുദ്രാവാക്യം വിളി ഞാൻ വളരെ ജാഥയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ ആദ്യം കേട്ടപ്പോ തന്നെ നമ്മളത് വിലക്കി. ഒന്നുകൂടി പറഞ്ഞ ആദ്യം കേട്ടപ്പോ തന്നെ നമ്മളത് വിലക്കി. ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. എന്തോന്നാടോ ഇത്? ഇതാണ് കേരളത്തിലെ SFIയും DYFIയും. ഇതാണോ? എന്നിട്ട് ഇവര് സംസ്കാര സമ്പന്നരാണ്, പുരോഗമന ആശയക്കാരാണ് എന്ന് പറയുന്നു. എന്റെ തൊട്ടടുത്ത് നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി അഭിമന്യു ഉണ്ടായിരുന്നു. ഞാൻ അഭിമന്യുവിനോട് പറഞ്ഞു. അഭിമന്യു ബാക്കിൽ പോയി അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് അതിന്റെ ആ ഒരു ഭാഗം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ വിമർശനമാണ്. ഞാൻ ഏറ്റു വിളിച്ചില്ല. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. അവര് വിളിച്ച മുദ്രാവാക്യം കേരളം അത് മറക്കില്ല. ഇവരുടെ യഥാർത്ഥ സംസ്കാരമാണ് പുറത്തു വന്നത്. അത് നമ്മളിങ്ങനെ പ്രകടനത്തിന്റെ ഫ്രണ്ടിൽ പോകുന്നു എന്നുള്ളതല്ല ഉള്ളൂ. അപ്പം ആദ്യം ആ മുദ്രാവാക്യം കേട്ടപ്പോൾ തന്നെ ഞാനത് നമ്മുടെ അടുത്തുള്ള സഖാവിന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ വിളിക്കരുത്, അവർക്കതിന് നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു. അവര് പോയി. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. ചിന്ത എന്ത് ചെയ്താലും അത് വിവാദമാക്കുക എന്നത് അതൊരു പ്രത്യേക ഒരു അജണ്ടയായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ഇപ്പൊ ചിന്ത ഒരു വാക്ക് പറഞ്ഞാൽ അതിലെങ്ങനെയെങ്കിലും പിടിച്ചു കയറാം. അല്ല, അത് ചോദിച്ചോണ്ടേ ഞാൻ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. കാരണം ചിലപ്പോ ഇതെടുത്തു വെച്ച് ഇനിയിപ്പം ഇതാവും. കാരണം ഞാനിപ്പം വിളിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അന്നേരം ഏറ്റു വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അത് ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ അത് പറയാം. ആദ്യം ഓരോ മുദ്രാവാക്യം വിളികളും ഏറ്റു വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് കേട്ടപ്പോൾ ആദ്യത്തെ മുദ്രാവാക്യം വിളി കേട്ട ഘട്ടത്തിൽ തന്നെ അത് അടുത്തുള്ള നമ്മുടെ അഭിമന്യുവിനോട് പറയാം. അഭിപോയി അത് തിരുത്തുകയും ചെയ്തു. പിന്നീട് ഞാനത് ഏറ്റു വിളിച്ചിട്ടില്ല. അത് ആ വിഷ്വൽ മൊത്തത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം കേട്ടപ്പോ തന്നെ നമ്മളത് വിലക്കി. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. പിന്നെ നിധി ചോദിച്ചതുപോലെ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കാരണം ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരെ ഒരു വളരെ ബോധപൂർവമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് മുഖ്യമന്ത്രി മുതൽ വളരെ സാധാരണ പ്രവർത്തകർ വരെ ഒന്ന് ആക്രമിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് മോശമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുക എന്നുള്ളൊരു രീതി പൊതുവെ ഉണ്ട്. വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും. ഇനിയെങ്കിലും ഇത്തരം കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം, മനസ്സിലായോ? സ്ത്രീകളാകുമ്പോൾ ആ അറ്റാക്കിന്റെ രൂപവും ഭാവവും ഒക്കെ മാറും. അതിപ്പം പൊതുവിടത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ത്രീക്കായാലും ആ പ്രശ്നമുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമല്ല. അത്തരം ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പലരിൽ ഒരാളാണ് ഞാൻ. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. നമ്മൾ പല വ്യത്യസ്ത രീതിയിൽ ഇപ്പൊ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പല വ്യത്യസ്ത രീതിയിൽ പ്രതിഷേധ രീതികൾ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ സമയത്ത് DYFIയുടെ പൊതിച്ചോറ് വിതരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് അന്നത്തെ ദിവസം പത്രം, അങ്ങനെയുള്ള ഒരു ഐഡിയ ഒക്കെ ഏത് തരത്തിൽ വരുന്നതാ?
ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അല്ല, അങ്ങനെയുള്ളൊരു ഇപ്പം പൊതിച്ചോറ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ ആരും തീരുമാനിച്ചിട്ടില്ല. ഓരോ ഉടായ്പായിട്ട് അറിയിക്കോളൂ. ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം പൊതിച്ചോറ് എന്ന് പറയുന്ന ഏറ്റവും മാനവികമായ പ്രവർത്തനത്തെ എത്ര വൾഗറായിട്ടാണ് വിശേഷിപ്പിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അനാശാസ്യ പ്രവർത്തനം പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. അപ്പം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് കാണുമ്പം അതിന്റെ മേലുണ്ടാകുന്നൊരു പ്രതിഷേധം സ്വാഭാവികമായും ചിലപ്പോൾ അത് പൊതിഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കുണ്ടാകാം. അല്ലാതെ ഡിവൈഎഫ്ഐ സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നും ഒരിക്കലും തീരുമാനിച്ച് പൊതിച്ചോറിനകത്ത് അങ്ങനെ ഒരു പ്രതിഷേധം കൊണ്ടുവരണം അങ്ങനെയൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടേ ഇല്ല. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഈ കരിങ്കൊടി പ്രയോഗം അതിലേതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ? കറുപ്പെന്ന് പറയുന്ന നിറം അങ്ങനെ ഒരു മോശപ്പെട്ട നിറമൊന്നും അല്ല. കരിങ്കൊടി കെട്ടുക, പ്രതിഷേധത്തിന് കരിങ്കൊടിയോട് പ്രതിഷേധിക്കുക, നിങ്ങൾ അങ്ങനെ ഒരു വർത്തമാനം ഇതൊക്കെ കുറെ നാളുകളായി ചെയ്തു വരുന്ന ഓരോ പ്രതിഷേധ രീതികളാണ്. തീർച്ചയായിട്ടും, കാരണം കറുപ്പെന്നുള്ളത് വളരെ നല്ലൊരു നിറമാണല്ലോ. കറുപ്പിനോട് അങ്ങനെ യാതൊരു തരത്തിലുള്ള ദേഷ്യമോ അകൽച്ചയോ ഒന്നും ആരും വച്ചു പുലർത്തേണ്ടതില്ല. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു നിറം കൂടിയാണ് കറുപ്പ്. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. ഇപ്പൊ ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്നല്ലോ. അപ്പൊ ഈ BJPയുടെ പട്ടികയൊക്കെ നോക്കിയാൽ കുറെ സിനിമാ താരങ്ങളുണ്ട്, യുവ നേതാക്കളുണ്ട്. അപ്പൊ ഈ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ ചേച്ചി എന്താ തോന്നി? യുവ നേതാക്കൾക്കൊക്കെ അവസരം കൊടുത്തോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. LDF എല്ലാ കാലഘട്ടത്തിലും യുവജനങ്ങൾക്ക് നല്ല അംഗീകാരം കൊടുക്കുന്ന ഒരു മുന്നണി തന്നെയാണ്. ഭയങ്കര എന്താണ് ഓരോ സംഭവങ്ങള്. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തന്നെ എടുത്തു നോക്കിയാൽ യൂത്തിന്റെ ഏറ്റവും പ്രസരിപ്പുള്ള നേതാവാണ് മട്ടന്നൂർ മത്സരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള MLA മാർ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ നിയമസഭയിൽ ഉണ്ട്. ഓ, അത് ഭയങ്കരം തന്നെ. അപ്പൊ ഈ പേര് യുവാക്കളുടെ പേര് പറയുമ്പോൾ സ്ത്രീകളുടെ പേരില്ല. പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ത്രീകളിപ്പം നമുക്കറിയാലോ, ഓരോ മുന്നണികളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പം അതിനകത്ത് സ്ത്രീകൾ ആവശ്യത്തിനധികം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരത്തിൽ തന്നെ നമുക്ക് എത്തേണ്ടി വരും. അതാ എനിക്ക് സങ്കടം. നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ. ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പരിച്ഛേദം ആയിട്ട് ഇത്തരം തെരഞ്ഞെടുപ്പുകൾക്കകത്ത് സ്ത്രീ പ്രാതിനിധ്യം നോക്കണമെന്നാണ് കാണുന്നതെങ്കിൽ, ഞാൻ ഒരു മുന്നണിയെ കുറിച്ചല്ല എല്ലാ മുന്നണികളെയും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥിതിയാണ് പൊതുവേ ഉള്ളത്. നീ വിഷമിക്കാണ്ടി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമവും ഇല്ല.